ഹായ്, ഇന്ന് നല്ലൊരു കുഞ്ഞൻ മത്തങ്ങ ഉണ്ടല്ലോ, എരിശ്ശേരി വെക്കാമല്ലോ എന്നൊക്കെയുള്ളൊരു ധാരണയിലേ ഞാനത് മുറിച്ച് നോക്കിയപ്പം അത് മൂത്തില്ല. മൂക്കാത്തതുകൊണ്ട് നമുക്ക് എരിശ്ശേരിക്കുള്ള പാകമായിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ നമുക്കൊരു പുളിങ്കറി വെച്ചേക്കാമെന്ന്. പുളിങ്കറി എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും പുളി ഒഴിച്ചുള്ള കറിയാണെന്ന് കേട്ടോ. ഞാൻ പുളിങ്കറി വെക്കുന്നത് പുളി ഒഴിച്ചിട്ടല്ല, നല്ല നാടൻ തക്കാളി, നല്ല പുളിയുള്ള തക്കാളി ഇട്ടിട്ടാണ് പുളിങ്കറി വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒന്ന് വെച്ചിട്ടില്ലാത്തവരൊന്ന് വെച്ച് നോക്കണം. നല്ല എളുപ്പത്തിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. ടേസ്റ്റൊക്കെ നല്ല സൂപ്പർ ടേസ്റ്റും കേട്ടോ. അപ്പോൾ നമ്മുടെ നാട്ടിലുണ്ടായതായതുകൊണ്ട് തന്നെ ഞാനതിൻ്റെ തോടൊന്നും കളഞ്ഞിട്ടില്ല. നമ്മൾ പുറത്തുനിന്ന് വരുന്നതൊക്കെ ആണെങ്കിൽ തോട് ചെത്തിയിട്ടേ മത്തങ്ങ എടുക്കാവുള്ളൂ. ഇതങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് ഞാനത് തോടോടുകൂടി ചെത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനിങ്ങനെ കട്ട് ചെയ്യുന്ന ഓർത്തിട്ട് കണ്ടിട്ട് പേടിക്കൊന്നും വേണ്ട. നിത്യാഭ്യാസി ആന എടുക്കുന്നത് കേട്ടിട്ടില്ലേ? അത് തന്നെ. ഒരു ചെറിയ മുറിവൊക്കെ ഉണ്ടായാലും നമ്മൾ വീട്ടമ്മമാരതൊന്നും കാര്യമാക്കാറില്ല. എനിക്കൊരു കയ്യറ മേടിക്കണം, മറന്നു പോകും. എപ്പോഴും പുറത്ത് പോകുമ്പോൾ മറന്നു പോകും മേടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇങ്ങനെ തന്നെ അങ്ങോട്ട് അരിയും. പിന്നെ അത് ഞാൻ നന്നായിട്ട് അങ്ങ് അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് പുളിക്കുള്ള തക്കാളി വേണ്ടേ, തക്കാളിയും കൂടെ കട്ട് ചെയ്തെടുക്കണം. അതിന് ഞാനൊരു 3 തക്കാളി ആട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. 3 തക്കാളി നമ്മുടെ ഇവിടെ തന്നെ ഉണ്ടായ തക്കാളിയാണ്, കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ചട്ടിയിലേക്ക് നമ്മുടെ മത്തങ്ങ ഇട്ട് കൊടുത്തു. തക്കാളിയുടെ ഈ വെളുത്ത സാധനം ഞാൻ എടുത്ത് കളയും കേട്ടോ. നമുക്ക് കിഡ്നി സ്റ്റോണിന് അത് അഴുക്കാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ആ വെളുത്തത് ഞാൻ എടുത്ത് കളയും. അങ്ങനെ 3 തക്കാളിയും കൂടെ കട്ട് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു. ഇതിൽ നമുക്ക് വലിയ മസാലകളുടെ ഇതൊന്നും ഉണ്ടാവില്ല കേട്ടോ. നല്ലൊരു നാടൻ കറി. ഇത് വെച്ചിട്ടില്ലാത്തവർ ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കണം. നമ്മുടെ വീട്ടിൽ മത്തങ്ങയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. നല്ല ടേസ്റ്റും കേട്ടോ, ഹെൽത്തിയുമാണ്. പിന്നെ നമ്മൾ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നേ. ഞാൻ ഈ കറിവേപ്പിലയുടെ തണ്ടും കൂടെ ഇടും. എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കാം. കുക്കറിലാവുമ്പോൾ പെട്ടെന്നാവും. ഞാനിന്ന് ചട്ടിയിൽ തന്നെ വേവിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. ചട്ടിയിൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് ചേർക്കുന്നത് നല്ലതാണ് നമ്മുടെ ഭക്ഷണത്തിൽ. അപ്പോൾ ഞാൻ അങ്ങനത്തെ കറികളാണ് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് ഇഞ്ചി, വെളുത്തുള്ളി, നമ്മുടെ സൂചി, കാന്താരി, ചെറിയുള്ളിയൊക്കെ എടുത്തിട്ടുള്ളത് കേട്ടോ. അതപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം. നമ്മുടെ ഇടികല്ലേൽ ഇഞ്ചി നന്നായിട്ട് ചതച്ചെടുത്ത് 2-3 കഷ്ണം ഇഞ്ചി ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ സൂചിക്കാന്താരി ഇല്ലെങ്കിൽ നമ്മുടെ പച്ചമുളക് ആയാലും മതി. അത് നന്നായിട്ട് ചതച്ചെടുത്തു. പിന്നെ ഒരു 5-6 വെളുത്തുള്ളി നന്നായിട്ട് ചതച്ചെടുത്ത് ഒരു 10ഓളം ചെറിയുള്ളി എടുത്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ചതച്ച് നല്ല പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ്. വേറൊരു മസാലകളും നമ്മൾ ഈ കറികളിൽ ചേർക്കുന്നില്ല കേട്ടോ. അപ്പം നമ്മുടെ ഇതൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. നന്നായിട്ട് ഉടച്ചൊന്ന് എടുക്കണം. അത് നമ്മുടെ മത്തങ്ങായും തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടില്ലേ, അതൊന്ന് കടുക് വറുത്തെടുക്കണം. നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. ഞാൻ കടുക് വറുക്കുന്ന പാത്രം മേടിച്ചു കേട്ടോ. ഞാനത് നിങ്ങളോട് പറയാൻ മറന്നുപോയി. കടുക് വറുക്കുന്ന പാത്രം വാങ്ങി. അപ്പോൾ അതിലേക്ക് കടുക് പൊട്ടിച്ചിട്ട് നമ്മുടെ ചതച്ചതും ഇട്ട് കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് കേട്ടോ. മൂപ്പിക്കുമ്പോൾ ഉള്ള ഒരു സ്മെല്ലുണ്ടല്ലോ, ഇഞ്ചി മൂത്ത മണം, നല്ലൊരു സ്മെല്ലാണ്. കറിക്ക് നല്ല ടേസ്റ്റ് കൊടുക്കുന്നൊരു സ്മെല്ലാണ്. ഞാൻ പറഞ്ഞല്ലോ, വേറെ ഒരു മസാലകൾ ഇതിന് വേണ്ട. എരിവിന് കാന്താരിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ നമ്മുടെ ശരീരത്തിനും വയറിനൊക്കെ ഭയങ്കര ഗുണം ചെയ്യും കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പാകം. മൂത്തിട്ട് ഇഞ്ചി നന്നായിട്ട് മൂക്കണം. ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് പാകമായി ഞാൻ കടുക് വറുത്തിട്ടു. ആ കടുക് വറുത്തിടുമ്പോഴത്തെ ഒരു സ്മെല്ല് വേറെ തന്നെ ഒരു സ്മെല്ലാട്ടോ. അതങ്ങ് ഇളക്കി പാകമാക്കി അങ്ങ് അടച്ച് വെച്ച് കേട്ടോ. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഹെൽത്തി ആയിട്ടൊരു കറി, നാടൻ കറി. നല്ല മാങ്ങ ചമ്മന്തി, നല്ല മത്തങ്ങ പുളിങ്കറിയും, കുത്തിരി ചോറും. ആഹാ, അന്തസ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.